بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുണയും കരുതലും വാത്സല്യവും സ്നേഹവും സുരക്ഷയുമെല്ലാം നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ സദാ വർഷിക്കുകയും നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് അകവും പുറവും പരിശുദ്ധമായ രീതിയിൽ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധവും പരിപാവനവുമായ കലാമിനെക്കുറിച്ച്, അവൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ച് ഇത്രയും നേരം നാം ഇരുന്ന് കേട്ടതും സംസാരിച്ചതുമെല്ലാം നമ്മിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഉലമാക്കൾ പഠിപ്പിച്ചു തന്നത് ക്ഷമ 3 രീതിയിലാണ് എന്നതാണ്. അതിൽ ഒന്നാമത്തത് അസ്സബ്റു ഇൻദ ത്വാഅ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലുള്ള ക്ഷമയാണ്. രണ്ടാമത്തത് അസ്സബ്റു ഇൻദ തർക്കുൽ മആസിയ, അനുസരണക്കേട് കാണിക്കാതിരിക്കുന്നതിനുള്ള ക്ഷമയാണ്, പാപം ചെയ്യാതിരിക്കുന്നതിനുള്ള ക്ഷമയാണ്. മൂന്നാമത്തത് അസ്സബ്റു ഇൻദൽ ബലാ, ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നാം അവലംബിക്കേണ്ട ക്ഷമയാണ്. ഈ 3 ക്ഷമയെക്കുറിച്ചും പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നു, പഠിപ്പിച്ചു തന്നു. എന്നിട്ട് അതിൽ ഏറ്റവും പരിശുദ്ധമായ ഏറ്റവും ഉന്നതമായ ക്ഷമ ഏതാണെന്ന് കൂടി അവർ നമുക്ക് പറഞ്ഞു തന്നു. അത് ആദ്യം പറഞ്ഞ ക്ഷമയാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിലും അവനെ ഇബാദത്ത് ചെയ്യുന്നതിലുമുള്ള ക്ഷമയാണ്. ഞാൻ ഈ വിഷയം എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്, നമുക്കൊക്കെ എൻ്റർടൈൻമെൻറ്റുകളുടെ, നേരം പോക്കുകളുടെ, ആസ്വാദനങ്ങളുടെ, അനുഭൂതികളുടെ വലിയൊരു ലോകം മുന്നിൽ തുറന്നു കിടപ്പുണ്ട്. ആ ലോകത്ത് നമുക്ക് വേണ്ടതുപോലെ സ്വച്ഛന്തം വിഹരിക്കാനുള്ള സമയവും സാഹചര്യവും സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഉപയോഗപ്പെടുത്താതെ, ആ വഴിയിലേക്കൊന്നും നമ്മൾ പോകാതെ നാം ഇവിടെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ കലാമിനെ കുറിച്ച് പറയുന്നതും സംസാരിക്കുന്നതും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ, നാം പഠിപ്പിക്കപ്പെട്ട ഒന്നാമത്തെ ക്ഷമയാണ് നാം ഇപ്പോൾ അവലംബിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ക്ഷമയിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് എത്ര നേരം ശ്രദ്ധയോടെ, ജാഗ്രതയോടെ, സാഗൂതം കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള അഭിവാഞ്ചയോടെ നമ്മൾ കേട്ടിരിക്കുന്നുവോ, അത്രയും നേരം അള്ളാഹുവിൻ്റെ അനുഗ്രഹാശിസ്സുകൾ, അവൻ്റെ കരുണയും അവൻ്റെ കാവലും നമ്മിലേക്ക് വർഷിച്ചുകൊണ്ടേയിരിക്കും എന്ന ബോധത്തോടുകൂടി, എന്ന ചിന്തയോടുകൂടി വേണം നമ്മൾ ഇവിടെ ഇരിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ ഇത്തരം സദസ്സുകളിൽ പങ്കെടുക്കാനുള്ള ഒരവസരവും പാഴാക്കാതെ അവിടെ വളരെ ജാഗ്രതയോടെ, ഇഷ്ടത്തോടെ വന്നിരിക്കുവാനും അവിടെ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ പരമാവധി ശ്രമിക്കുവാനും ജീവിതത്തിൻ്റെ അവസാനം വരെ അള്ളാഹുവിൻ്റെ തഖ്വ, അള്ളാഹുവിനോടുള്ള തഖ്വയിലും താഅത്തിലും ജീവിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്? നാം എന്തിനാണ് ജനിച്ചത്? എന്തിനാണ് നാം ഇവിടെ ജീവിക്കുന്നത്? എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? ഇതെല്ലാം സാധാരണഗതിയിൽ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങളല്ല, മറിച്ച് അള്ളാഹു കൊടുത്ത ബുദ്ധിയും ചിന്താശേഷിയും പരമാവധി ഉപയോഗിക്കാൻ തയ്യാറാകുന്ന മനുഷ്യരുടെ
തലച്ചോറുകളിൽ നിന്ന് സ്വാഭാവികമായി ഉത്ഭവിക്കുന്ന ചോദ്യങ്ങളാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. ഈ ചോദ്യത്തിന് റബ്ബ് സുബ്ഹാനഹു വ തആല 2 രീതിയിലാണ് മറുപടി പറഞ്ഞിട്ടുള്ളത്. എന്താണ് നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്നതിന് തൊട്ട് അള്ളാഹു പറയുന്നു. സൂറത്തു ദാരിയാത്തിന്റെ 56-ാമത്തെ ആയത്തിൽ പടച്ചറബ് വളരെ വ്യക്തമായി നമ്മുടെ സൃഷ്ടിപ്പിന്റെ, നമ്മുടെ ഈ ജീവിതത്തിന്റെ, നമ്മുടെ ജനനത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നു. എന്താണ് അള്ളാഹു പറയുന്നത്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നിനെയും ഞാൻ പടച്ചിട്ടില്ല, ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ, എന്നെ അനുസരിക്കുവാൻ വേണ്ടിയല്ലാതെ, എനിക്ക് സുജൂദ് ചെയ്യുവാൻ വേണ്ടിയല്ലാതെ മനുഷ്യനെയും ജിന്നിനെയും ഞാൻ സൃഷ്ടിച്ചിട്ടേ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇത് അള്ളാഹുവിൻ്റെ ലക്ഷ്യമാണ്. എന്തിനാണ് അള്ളാഹു നമ്മെ പടച്ചത് എന്ന ചോദ്യത്തിന് റബ്ബിൻ്റെ ലക്ഷ്യത്തിൻ്റെ ഉത്തരമാണത്. എന്നാൽ മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? മനുഷ്യനെ ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമായി നാം മനസ്സിലാക്കേണ്ടത്. പരലോകമോക്ഷമാണ്. സ്വർഗം നേടിയെടുക്കുക എന്നതാണ്, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുക എന്നതാണ്, നിത്യമോചനം ലഭിക്കുക എന്നതാണ്, സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ച അനുഗ്രഹങ്ങൾ കിട്ടുന്നതിന് അർഹരാവുക എന്നതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം. ഇപ്പൊ 2 ലക്ഷ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിൻ്റെ ലക്ഷ്യം, എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത്. 2, അള്ളാഹു സൃഷ്ടിച്ച ആ ലക്ഷ്യം നിറവേറ്റുന്നതിലൂടെ മനുഷ്യന്റെ ലക്ഷ്യം എന്താണ്, എന്തിനാണ് മനുഷ്യനെ ഇബാദത്ത് ചെയ്യുന്നത്. ഒന്നാമത്തത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന തൗഹീദാണ്. രണ്ടാമത്തത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിലൂടെ മനുഷ്യൻ എത്തിപ്പെടുന്ന പരലോകമോക്ഷമാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. നാം മനസ്സിലാക്കുക, ഒന്നാമത്തെ ലക്ഷ്യത്തിൽ നിന്ന് 2ാമത്തെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലുള്ള നമ്മുടെ സഹായിയാണ് യഥാർത്ഥത്തിൽ റിസാലത്ത് എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ ഇതിവൃത്തം എന്താണെന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. 1 തൗഹീദാണ്, 2 റിസാലത്താണ്, 3 ആഖിറത്താണ്. ഈ 3 സംഗതിയല്ലാതെ 4ാമതൊന്ന് പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നേയില്ല. ഖുർആൻ ഏതൊക്കെ ആയത്തുകൾ നാം എത്ര ആയത്തിൽ പരിശോധിച്ചാലും ഈ 3 സംഗതികളല്ലാതെ പരിശുദ്ധ ഖുർആനിൽ 4ാമതായി ഒന്ന് കാണാൻ കഴിയില്ല. എന്തൊക്കെയാണത്? 1 തൗഹീദാണ്, 2 റിസാലത്താണ്, 3 ആഖിറത്താണ്. തൗഹീദ് എന്ന അള്ളാഹുവിൻ്റെ ലക്ഷ്യത്തിലൂടെ പരലോകമോക്ഷം എന്ന മനുഷ്യന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള സഹായിയാണ്, വഴികാട്ടിയാണ് യഥാർത്ഥത്തിൽ റിസാലത്ത് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവർ, നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് കിട്ടിയ ഈ അവസരത്തിൽ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനുള്ളത് പരിശുദ്ധ ഖുർആനിൽ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 21 മുതൽ 25 വരെയുള്ള ആയത്തുകളിലേക്കാണ്. ഞാൻ ഈ പറഞ്ഞു വച്ച 2 ലക്ഷ്യങ്ങളും ആ ലക്ഷ്യങ്ങളിലേക്കുള്ള വഴികാട്ടിയുമായ പരിശുദ്ധ ഖുർആനിന്റെ ഈ 3 ഇതിവൃത്തങ്ങൾ വളരെ കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ, ഈ 5 ആയത്തുകളിൽ കൃത്യമായി വിശദീകരിച്ചു വെച്ചിട്ടുണ്ട്. ആ ആയത്തിൽ ഒന്നാമത്തെ 21, 22 ആയത്തുകളിൽ കറകളഞ്ഞ തൗഹീദ് നമുക്ക് കാണാൻ കഴിയും. അടുത്ത 1.5 ആയത്തിൽ കൃത്യമായ റിസാലത്ത് നമുക്ക് കാണാൻ കഴിയും. അടുത്ത 1.5 ആയത്തിൽ കൃത്യമായ ആഖിറത്ത് നമുക്ക് കാണാൻ കഴിയും. നോക്ക് നിങ്ങൾ, എത്ര സുന്ദരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു റേഷ്യോ വിന്യസിച്ചിരിക്കുന്നത്. 2 ആയത്തുകളിൽ അല്ലാഹു തൗഹീദ് സംസാരിച്ചു, കാരണം അല്ലാഹുവിൻ്റെ ലക്ഷ്യമാണത്. അടുത്ത 1.5 ആയത്തിൽ അതിലേക്ക് പോകാനുള്ള വഴിയെക്കുറിച്ച് സംസാരിച്ചു. അടുത്ത 1.5 ആയത്തിൽ പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും സംസാരിച്ചു. ആ ആയത്തുകൾ ഏതാണ്? നമ്മളൊക്കെ പലപ്പോഴും ഓതിയിട്ടുള്ള, വായിച്ചിട്ടുള്ള, കേട്ടിട്ടുള്ള, എന്നാൽ ആയത്തിൽ മനസ്സിലാക്കിയിട്ടില്ലാത്ത 5 ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. പരിശുദ്ധ ഖുർആനിന്റെ 1ാമത്തെ അഭിസംബോധനയാണ്
സൂറത്തുൽ ഫാത്തിഹയുടെ ആയത്തുകളിലൂടെ കടന്നുപോയി, സൂറത്തുൽ ബഖറയിലെ ആയത്തുകളിലൂടെ കടന്നുപോയി. ആദ്യമായി ലോകത്തിന്റെ രക്ഷിതാവ്, ലോകത്തിന്റെ സൃഷ്ടാവ് മനുഷ്യരെ വിളിച്ചുകൊണ്ട് നടത്തുന്ന അഭിസംബോധനയാണ്. പരിശുദ്ധ ഖുർആനിൽ പല രീതിയിലുള്ള അഭിസംബോധന നമുക്ക് കാണാൻ കഴിയും. യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന കഫറു എന്ന് വിളിച്ചിട്ടുണ്ട്. അതുപോലെ പലതരത്തിലുള്ള അഭിസംബോധനകൾ പരിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുണ്ട്. ഈ അഭിസംബോധന ജനങ്ങളിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഉദ്ദേശിച്ചുകൊണ്ടല്ല, മറിച്ച് ലോകത്ത് ജനിച്ച് ജീവിക്കുന്ന പരകോടിക്കണക്കിന് മനുഷ്യരെ മുഴുവനും വിളിച്ചിട്ടാണ് ലോകത്തിന്റെ രക്ഷിതാവ് അഭിസംബോധന ചെയ്യുന്നത്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, കറുത്തവനും വെളുത്തവനും, ഉടമയും അടിമയും, മുതലാളിയും തൊഴിലാളിയും എല്ലാം അടങ്ങുന്ന മനുഷ്യരായി ജനിച്ച് ജീവിക്കുന്ന സകല മതത്തിലും ജാതിയിലും വർണ്ണത്തിലും വർഗത്തിലും ഭാഷയിലും രാഷ്ട്രമതിലുകൾക്കുള്ളിലും ജീവിക്കുന്ന മനുഷ്യരാശിയെ വിളിച്ചുകൊണ്ടാണ് ലോകത്തിന്റെ രക്ഷിതാവ് സംസാരിക്കുന്നത്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. ഇത്തരത്തിലുള്ള അഭിസംബോധന ലോകത്തിന്റെ രക്ഷിതാവ് നടത്തുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനായിരിക്കും ലോകത്തിന്റെ രക്ഷിതാവ് ഇത്തരത്തിലൊരു അഭിസംബോധന നടത്തുക. എന്താണ് അല്ലാഹു പറയുന്നത്? ഉഅ്ബുദൂ റബ്ബക്കും. അറേബ്യയിലെ ഗോത്രവർഗത്തിന്റെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയല്ല, ഏതെങ്കിലും ഒരു നാടിന്റെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയല്ല, ഏതെങ്കിലും ഒരു ബിംബത്തെയോ ആരാധനയോ ആരാധിക്കാൻ വേണ്ടിയല്ല, മറിച്ച് മനുഷ്യനെ മുഴുവനും പടച്ചു പരിപാലിക്കുന്ന ലോകത്തിന്റെ അന്നദാതാവായ, അണ്ടകടാഹത്തിന്റെ നിയന്താവായ ലോകത്തിന്റെ രക്ഷിതാവിനെ ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക. എങ്ങനെയുള്ള രക്ഷിതാവാണവൻ? അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ പഠിച്ചത്, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അള്ളാഹുവിന്റെ വാക്ക് എത്രമാത്രം അർത്ഥവത്താണ് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് ആദ്യമായി പ്രതിപാദിച്ച ശേഷം എവിടേക്കാണ് മനുഷ്യന്റെ തലച്ചോറിന് ചൂണ്ടുപലക നൽകുന്നത്? അവന്റെ ശരീരത്തിലേക്കാണ്, അവന്റെ സൃഷ്ടിപ്പിലേക്കാണ്. അത്ഭുതകരമായ മനുഷ്യ ശരീരത്തിന്റെ സൃഷ്ടിപ്പിലേക്കാണ്. ഉമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചു വീണ ഉടനെ അവന്റെ ശരീരത്തിൽ നിന്ന് 9 സിസ്റ്റങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്, പ്രവർത്തന സജ്ജമാകുകയാണ്. സ്കെലറ്റൻ സിസ്റ്റവും, മസ്കുലർ സിസ്റ്റവും, റെസ്പിറേറ്ററി സിസ്റ്റവും, സർക്കുലേറ്ററി സിസ്റ്റവും, എൻഡോക്രൈൻ സിസ്റ്റം അടങ്ങുന്ന 9ഓളം സിസ്റ്റങ്ങൾ, 9ഓളം സംവിധാനങ്ങൾ ഒരു പരസഹായവുമില്ലാതെ പ്രവർത്തന സജ്ജമാകുകയാണ്. അവന്റെ ശരീരത്തെക്കുറിച്ച് പഠിക്കും തോറും പ്രിയപ്പെട്ടവരെ, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ഈ മഹാപ്രപഞ്ചത്തിലും അവരുടെ സ്വന്തത്തിൽ തന്നെയും വലിയ ദൃഷ്ടാന്തങ്ങൾ നാം കാണിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. ഇതുവരെ ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്, ഈ പരിശുദ്ധ ഖുർആൻ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യമാണെന്നവർക്ക് ബോധ്യപ്പെടുന്നത് വരെ നാം അവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്, ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊണ്ടേയിരിക്കുന്നത്.